നിങ്ങൾ വിശ്വാസിയാണോ അന്ധവിശ്വാസിയാണോ? എന്നുവെച്ചാൽ വിശ്വാസിയായിരുന്നെങ്കിൽ നല്ല ചക്കര, അന്ധവിശ്വാസിയാണെങ്കിൽ വളരെ മോശം. ഇതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം, നോട്ട് ദ പോയിന്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അർത്ഥം? വിശ്വാസം കുഴപ്പമില്ല, അതാണ് ഈ ഭൂരിപക്ഷം ആളുകളും വിശ്വസിക്കുന്ന കാര്യമില്ല. അവർ കരുതുന്ന വെച്ചാൽ അവരുടെ വിശ്വാസം, അവർ അന്ധവിശ്വാസികളൊന്നുമില്ല, നല്ല സ്വയംഭ സാധനമാണ്. അതിന് അവർ തെളിവുകൾ കൊണ്ടുവരും. 3 തരം തെളിവുകളാണുള്ളത്: എപ്പിസ്റ്റമോളജിക്കൽ, എംപിരിക്കൽ, പിന്നെ ലോജിക്കൽ, ഇൻഡ്യൂറ്റീവ്, ടെസ്റ്റിമോണിയൽ. അങ്ങനെ കുറേ തെളിവുകൾ. ഇതാണ് ഫിലോസഫിയാണ്, ഫിലോസഫിക്കൽ സാധനം. ഇവന്മാർക്ക് ഇതാണ് പണി. ഈ വൈദികരൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഫിലോസഫി എന്ന് പറഞ്ഞ് പഠിക്കാൻ സെമിനാരിയിലൊക്കെ കിടന്ന് പഠിത്തമാണ്. ഈ എവിഡൻസിൽ പറയുകയാണ് തെളിവുകൾ. എത്തീസ്റ്റുകളെ എല്ലാം ശശിയാക്കുന്ന വാദമാണ്. തെളിവുകൾ ലോജിക്കൽ എവിഡൻസ്, യുക്തിസഹമായിട്ടുള്ള തെളിവുകൾ. ഈശ്വരവാദത്തിന് നിരവധി പ്രൂഫ്സ് വായിക്കാൻ വരുന്നുണ്ടല്ലോ, നിരവധി പ്രൂഫ്സ്. നിരീശ്വരവാദത്തിന് തെളിവില്ല, നിരീശ്വരവാദത്തിന് തെളിവില്ല. നിരീശ്വരവാദത്തിന് തെളിവ് വേണമെന്ന് അവർ പറയുന്നത്. അതാണ് അതിൻ്റെ രസം. ഇനി സെൽഫ് ഇൻഡ്യൂറ്റീവ് ആൻഡ് എവിഡൻസ്. ഇൻഡ്യൂറ്റീവ് എന്ന് പറയുന്നത് അറിയാമല്ലോ, ഗുഹയിൽ കയറിയിരിക്കുക, മാലാഖമാർ എന്ന് പറയുക, അവിടെ അങ്ങോട്ട് മാറ്റി സൈക്കിൾ സ്റ്റാൻഡ് സ്ഥാപിക്കാനായിട്ട് ഉത്തരവിറക്കുക, ദൈവം പറഞ്ഞു എന്ന് പറയാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം. ഞാൻ വളരെ മിതമായി പറഞ്ഞു, ഇന്ന് സൈക്കിളൊന്നും ഇല്ലല്ലോ. ഇതാണ് ഇൻഡ്യൂറ്റീവ്. ഇൻട്യൂഷൻ, അതാണ് ഇൻട്യൂഷൻ. ട്യൂഷൻ അല്ലേ ഇത്? ട്യൂഷൻ പഠിച്ച്, നമ്മളൊക്കെ ട്യൂഷൻ പഠിച്ച് ഡിഗ്രി എടുത്ത് പരീക്ഷ എഴുതി ഹോൾ ടിക്കറ്റ് പോയി, കഷ്ടം. അപ്പോൾ സെൽഫ് ഇൻഡ്യൂറ്റീവ് നോളജ് ഉണ്ടോ ഈശ്വരവാദത്തിന്? അതെ. നിരീശ്വരവാദത്തിന് ഇല്ല. രണ്ടിടത്തും നിരീശ്വരവാദം 0 ആയി. ഇനി ടെസ്റ്റിമോണിയൽ എവിഡൻസ്. എന്താ ടെസ്റ്റിമോണിയൽ എവിഡൻസ് എന്ന് പറഞ്ഞാൽ? സാക്ഷ്യം. സാക്ഷ്യം പറയുന്നു, ഇത് കഴിച്ചിട്ട് എൻ്റെ നടുവേദന പോയി എന്ന് പറയത്തില്ലേ? നമ്മളെ ഈ പറഞ്ഞ ഒരു അവിടെ എന്തോടാ അതിൻ്റെ പേര്, കൃപാസനം പത്രം അരച്ച് കലക്കി കുടിച്ചതിന് ശേഷം എനിക്ക് ഡാഷ് വന്നു. ഡാഷ് നമുക്ക് പൂരിപ്പിക്കാം. ഇങ്ങനെ പറയുന്ന ഇതില്ലേ? എന്നിട്ട് അവരിങ്ങനെ പറയുകയാണ്, ഓരോരുത്തർ പ്രളയം വന്നു, ടെസ്റ്റിമണി, സാക്ഷി. നമ്മളെ ഈ പോർട്ടലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ സാക്ഷ്യപത്രമാണ്, ഇങ്ങനെ എഴുതി വെക്കുന്നത്. അപ്പൊ സാക്ഷ്യപത്രം അത് ആളുകൾ എന്ന് പറയുന്ന എവിഡൻസ് അല്ലേ? എൻ്റെ അനുഭവമാണെന്ന് പറയുന്ന എവിഡൻസ് അല്ലേ? അങ്ങനെ മതത്തിനുണ്ടോ എന്ന് ചോദിച്ചാൽ, ദൈവത്തിനുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പലരും ദൈവത്തെ കണ്ടിട്ടുണ്ട്. ദൈവം ഞാനേ കണ്ടോളൂ, ഞാൻ മാത്രമേ കണ്ടോളൂ എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ ടെസ്റ്റിമോണിയൽ എവിഡൻസും ഉണ്ട്. അവിടെയും മതം ടിക്ക്. നിരീശ്വരവാദത്തിന് എന്ത് ടെസ്റ്റിമോണിയൽ എവിഡൻസ്? ഡിങ്കനെ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ആരും കണ്ടിട്ടില്ല. ഇനിയാണ് എംപിരിക്കലായിട്ടുള്ള എവിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എംപിരിക്കലായിട്ടുള്ള എവിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരീക്ഷണാത്മകമായിട്ടുള്ള ടെസ്റ്റിഫയബിൾ ആയിട്ടുള്ള എവിഡൻസ്, ശാസ്ത്രീയപരമായിട്ടുള്ള എവിഡൻസ്. അത് ദൈവത്തിനുണ്ടെന്ന് ചോദിച്ചാൽ അതില്ല, അത് ഞങ്ങൾ സമ്മതിച്ചു. നിരീശ്വരവാദത്തിനും ഇല്ല. നിരീശ്വരവാദം വെച്ചാൽ നെഗേഷനാണ് ആക്ച്വലി. ഇവർ സമ്മതിക്കത്തില്ല. അതായത് ഏത്തീസം എന്ന് പറഞ്ഞാൽ മതം മുന്നോട്ട് വെക്കുന്ന വിഹലതകളും വിഭ്രാന്തികളും ദൈവവും പ്രേതവും മാടനും മറതയൊക്കെ ഇതൊന്നും ഉണ്ട് എന്ന് സ്വീകരിക്കുന്നില്ല. ബിക്കോസ് ഫോർ വാണ്ട് ഓഫ് എവിഡൻസ്. തെളിവില്ലാത്തതുകൊണ്ട് ഇത് എടുക്കുന്നില്ല എന്നേ ഉള്ളൂ. അതിനും തെളിവ് വേണം. നമുക്കില്ലാത്തൊരു കാര്യം. അപ്പോൾ അവിടെ എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, ദൈവം ഇല്ല എന്നുള്ളതിന് എന്തൊക്കെ തെളിവാണ് വേണ്ടത്? ഇപ്പോൾ ഈ പ്രഭാഷണം കേൾക്കുന്നവരോ യൂട്യൂബ് കേൾക്കുന്നവരോ ഒരു ലിസ്റ്റ് ഓഫ് എവിഡൻസസ് വിത്ത് വിച്ച് വി ക്യാൻ പ്രൂവ് ദാറ്റ് ദർ ഇസ് നോ ഗോഡ്, ആ ലിസ്റ്റ് ആദ്യം കൊണ്ടുവരും. ആ ലിസ്റ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ചാർട്ട് നിങ്ങൾ ഇങ്ങോട്ട് തരും. ദൈവം ഇല്ല എന്നുള്ളതിൻ്റെ തെളിവുകൾ കൊണ്ടുവരും. അങ്ങനെ ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക. എന്നിട്ട് നമുക്ക് ആ തെളിവുകൾ കൊണ്ടുപോകണം. ഇല്ലാത്തതിന് തെളിവ് വേണം എന്ന് പറയുന്നവരോട് ഇതേ പറയാനുണ്ട്. ഓക്കെ, ഈ എംപിരിക്കൽ എവിഡൻസ് ഇല്ലെന്ന് എന്തായാലും സമ്മതിച്ചോട്ടോ. ബാക്കിയെല്ലാം എവിഡൻസ് ഉണ്ട്. ലോജിക്കൽ എവിഡൻസ്, സെൽഫ് ഇൻഡ്യൂറ്റീവ് എവിഡൻസ്, ടെസ്റ്റിമോണിയൽ എവിഡൻസ്. ഇവർ പറയുന്ന എവിഡൻസ് ഇതിനൊക്കെയാണ് ഉള്ളത്. നമുക്ക് ആദ്യം എന്താണ് എവിഡൻസ് ഉള്ളൊരു സാധനമാണ്? ഒരു സ്ത്രീ ഗർഭിണിയാവുന്നു, കുട്ടിയെ പ്രസവിക്കുന്നു, നോ ഇൻ്റർവെൻഷൻ. ഇതിനെന്തൊക്കെയുണ്ട്? ടെസ്റ്റിമോണിയൽ എവിഡൻസ് ഉണ്ട്, ഇൻഡ്യൂറ്റീവ് എവിഡൻസ് ഉണ്ട്, പിന്നെ എന്താണ് ലോജിക്കൽ എവിഡൻസ് ഉണ്ട്. പക്ഷെ ഇത് മൂന്നും ഇല്ല. പക്ഷെ ഒരു എവിഡൻസ് ഉണ്ട്, എംപിരിക്കൽ എവിഡൻസ് ഉണ്ട്. കുട്ടിയുണ്ട് അല്ലേ? 1380 കോടി വർഷം മുമ്പുണ്ടായ പ്രപഞ്ചത്തിൽ 420 കോടി വർഷം മുമ്പുണ്ടായ ഭൂമിയിൽ 2.5 ലക്ഷം വർഷം മുമ്പുണ്ടായ മനുഷ്യർക്ക് വേണ്ടി അവരെ രക്ഷിക്കാനായിട്ട് അവതരിച്ച അല്ലെങ്കിൽ ജനിച്ച 1/3 ദൈവത്തിന്റെ ജസ്റ്റ് 1/3, 1/3 ഉള്ളു. അദ്ദേഹം ഇവിടെ ചേരുമ്പോഴാണ് 3 ചേരുമ്പോഴാണ് ഒന്നാവുന്നതെന്നാണ്. 3. അപ്പം രണ്ടാമത്തെ നോക്കാം, ഒരാൾ മരിച്ചു കിടക്കുന്ന ആൾ ചാടി എഴുന്നേൽക്കുക 3-ാം ദിവസം. അദ്ദേഹത്തിന് ബോറടിച്ചു, 2 ദിവസമായിട്ട് കിടക്കുന്നു, ഒന്നും കഴിച്ചിട്ടില്ല, ആകെ ഒരു 3-ാം ദിവസം ചാടി എഴുന്നേറ്റു. ഇതിന് എന്തൊക്കെയുണ്ട്? എംപിരിക്കൽ എവിഡൻസ് ഉണ്ട്, അയാൾ എഴുന്നേറ്റ് വന്നു. ലോജിക്കലുണ്ട്, പിന്നെന്താണ്ട് എന്തൊക്കെ എവിഡൻസ്? സെൽഫ് ഇൻഡ്യൂറ്റീവ്, പലർക്കും വിഭ്രാന്തികളൊക്കെ ഉണ്ട്, എന്നൊക്കെ പറഞ്ഞ് ചാടി എഴുന്നേറ്റുണ്ട്. എല്ലാം ഉണ്ട്, ലോജിക്കൽ എവിഡൻസ് ഉണ്ട്. അടുത്ത് നോക്കുക, ഇവർ 3 പറയുന്നുള്ളൂ, ഞാൻ 4 പറയാം. ഒരാൾ മരിച്ചു,
അയാൾ ജീവനോടെ എങ്ങനെ നിൽക്കാം. ഞാൻ ഇപ്പം ഇങ്ങനെ നിൽക്കാം അവിടെ. നിങ്ങൾ എത്രയും പേര് മുന്നേ ചോദിച്ചു നമുക്ക് നാളെ കാണാം, അല്ലെങ്കിൽ അടുത്ത ജന്മത്ത് കാണാം, ഞാൻ 1000 വർഷം കഴിഞ്ഞ് തിരിച്ചിടാൻ പറഞ്ഞു, ഞാനിപ്പോൾ അങ്ങ് അപ്രത്യക്ഷനാവും. അതെന്തൊക്കെയുണ്ട്? ലോജിക്കൽ എവിഡൻസ് ഉണ്ട്, നല്ല ലോജിക്കാണ്. സെൽഫ് ഇൻഡ്യൂറ്റീവ് എവിഡൻസ് ഉണ്ട്. അതുകൊണ്ട് ടെസ്റ്റിമോണിയൽ നിങ്ങളെല്ലാം കണ്ടതാണല്ലോ, നിങ്ങൾ കണ്ട് സാക്ഷി പറയും. പിന്നെ എംപിരിക്കൽ, ഞാനില്ല, എൻ്റെ അസാന്നിധ്യം. ഇതൊക്കെയാണ് ഇവരുടെ എവിഡൻസ്.